നമസ്കാരം. മുതിർന്ന CPM നേതാവായിരുന്ന ജി സുധാകരൻ അദ്ദേഹം പാർട്ടി വിട്ട് പുറത്തു വന്ന് കോൺഗ്രസ് സ്വതന്ത്രനായി അമ്പലപ്പുഴ മണ്ഡലത്തിൽ മത്സരിച്ച് 25,000-ലധികം വോട്ടുകൾക്ക് വിജയിച്ചു. ആ ജി സുധാകരനെ കുറിച്ചാണ് കായംകുളം മുൻ MLA യു പ്രതിഭ ഇന്നലെ വളരെ മോശമായ പരാമർശം നടത്തിയത്. അയാൾ പാർട്ടിയെ നന്നാക്കാൻ ഇറങ്ങിയിരിക്കുകയാണോ, അയാൾക്ക് ആരാണ് പാർട്ടിയെ നന്നാക്കാനുള്ള ചുമതല കൊടുത്തത് എന്നൊക്കെയുള്ള ഒരു പദപ്രയോഗമാണ് യു പ്രതിഭ ഇന്നലെ നടത്തിയത്. അതിനുശേഷം ഇന്നലെ മാധ്യമങ്ങൾ സുധാകരൻ്റെ വീട്ടിലെത്തി ഇതേക്കുറിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നു. പല കാര്യങ്ങളെക്കുറിച്ചും സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ റിപ്പോർട്ടർ ചാനലിൻ്റെ റിപ്പോർട്ടറാണ് ഇത്തരത്തിൽ പ്രകോപനപരമായ ചോദ്യം ആവർത്തിച്ച് സുധാകരനോട് ചോദിച്ചത്. അതായത് കായംകുളം MLA ആയിരുന്ന പ്രതിഭാഹരി പറഞ്ഞതിനെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന്. അദ്ദേഹം അതിനെ തൃണവൽക്കരിച്ചു. എനിക്കതിന് മറുപടി പറയാൻ സൗകര്യമില്ല, ആ ചോദ്യം ഒഴിവാക്കൂ, വേറെ ചോദ്യങ്ങൾ ചോദിക്കൂ എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നുണ്ട്, അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നു. പക്ഷേ അദ്ദേഹത്തെ പ്രകോപിതനാക്കാനാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ മാധ്യമപ്രവർത്തകൻ ശ്രമിച്ചത് എന്ന് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും. സുധാകരൻ്റെ ഭാര്യ ജൂബിലി നവപ്രഭ തൊട്ടടുത്തു തന്നെ നിൽപ്പുണ്ടായിരുന്നു. സുധാകരനെ പ്രകോപിപ്പിച്ച് അദ്ദേഹം പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയപ്പോൾ ജൂബിലി നവപ്രഭ ഇടപെടുന്നു. അത് അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ സുധാകരൻ പറയുന്നുണ്ട്, ഞാൻ പലതവണ ആവർത്തിച്ചു പറഞ്ഞതാണ്, ആ ചോദ്യം ഒഴിവാക്കൂ, എനിക്ക് അത്തരക്കാരെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് കൂടി അദ്ദേഹത്തെ പ്രകോപിതനാക്കാനുള്ള ഒരു ശ്രമമാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ മാധ്യമപ്രവർത്തകൻ നടത്തിയത്. ഒടുവിൽ ദേശാഭിമാനിയിൽ മിനിറ്റുകൾക്കകം വാർത്ത വന്നു, സുധാകരൻ മാധ്യമപ്രവർത്തകരെ തേർഡ് റേറ്റ് എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചു എന്ന്. തീർച്ചയായും തേർഡ് റേറ്റ് എന്ന് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞതു തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെയാണ് അങ്ങനെ പറഞ്ഞത്. തീർച്ചയായിട്ടും അത് ആരായാലും പറഞ്ഞു പോകും. പലതവണ അദ്ദേഹം ആവശ്യപ്പെടുകയാണ്, ആ ചോദ്യം ഒഴിവാക്കൂ, കാരണം പ്രതിഭയെ പോലെയുള്ള ഒരു സ്ത്രീക്ക് മറുപടി കൊടുക്കാൻ തക്ക വിധം അധപ്പതിച്ചിട്ടില്ല ജി സുധാകരൻ. പാർട്ടിയിലെ വിഭാഗീയത കൊണ്ടും തന്നെ തഴയുന്നത് കൊണ്ടുമാണ് അദ്ദേഹം പാർട്ടി വിട്ട് പുറത്തു പോയത്. സ്വന്തം കുടുംബത്തിൽ നിന്ന് ഒരു രക്തസാക്ഷിയുണ്ടായ നേതാവാണ്. അവിടെയാണ് H സലാമിനെയും R നാസറിനെയും പോലെയുള്ളവർ സജി ചെറിയാൻ്റെ കീഴിൽ വന്ന് ഇത്തരത്തിൽ ക്രിമിനൽ പ്രവർത്തനങ്ങൾ നടത്തിയത്. സുധാകരൻ എങ്ങനെയായിരുന്നാലും അദ്ദേഹം ഒരു മന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹത്തെക്കുറിച്ച് ഒരു അഴിമതി ആരോപണങ്ങളും ഉയർന്നിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ നാവ് അത് പലപ്പോഴും നിയന്ത്രണം വിട്ടു പോയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെയാണ്. പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് പറഞ്ഞത് തീർത്തും അഭിനന്ദനാർഹം തന്നെയാണ്. കാരണം ഒരു ഇഷ്ടപ്പെടാത്ത ഒരു ചോദ്യം ചോദിച്ചപ്പോൾ വീണ്ടും അവർക്ക് എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കണം. ഇതല്ല മാധ്യമപ്രവർത്തനം. സുധാകരൻ അത് വ്യക്തമായി പറയുന്നുണ്ട്. ആ മാധ്യമപ്രവർത്തനം ഇവിടെ എന്തെല്ലാം വിഷയങ്ങളുണ്ട്. പക്ഷെ അതൊന്നുമല്ലാതെ CPM-ൽ നിന്ന് പുറത്തു പോയ ഒരാളെ എന്തെങ്കിലും പറഞ്ഞ് പ്രകോപിപ്പിച്ച് വീണ്ടും അദ്ദേഹം എന്തെങ്കിലും പറയുകയും പിന്നീട് അത് പ്രതിഭാഹരി ഏറ്റുപിടിക്കുകയും അവരിത് പറയുകയും അത് വാർത്തയാക്കുകയും അതുവഴി കാഴ്ചക്കാരെ കൂട്ടുകയും ഒക്കെ ചെയ്യാനുള്ള തന്ത്രമാണ് ഇവരൊക്കെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മുട്ടിൽ മരമുറി കേസിൽ പ്രതികളായിരുന്ന ആൻഡോ അഗസ്റ്റിൻ്റെയും സഹോദരന്മാരുടെയും കയ്യിൽ റിപ്പോർട്ടർ ചാനൽ എത്തിയതിനു ശേഷം എത്രയോ വാർത്തകൾ കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടു. ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കി. അതായത് ഇത്തരക്കാരുടെ കയ്യിൽ ഒരു മാധ്യമം എത്തിയാൽ ആ മാധ്യമത്തെ എത്രമാത്രം ദുരുപയോഗം ചെയ്യാം, എങ്ങനെയൊക്കെ തെറ്റിദ്ധാരണാജനകമായ വാർത്തകൾ ജനങ്ങളിലേക്ക് എത്തിച്ച് ആളെ കൂട്ടാൻ പണമുണ്ടാക്കാം എന്നുള്ള ഒരു തന്ത്രമാണ് അവർ പ്രയോഗിച്ചത്. ആ തന്ത്രത്തിൽ വളരെ കുറച്ച് സമയം അവർ വിജയിക്കുകയും ചെയ്തു. പക്ഷേ ഇന്ന് സുധാകരൻ വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് പിണറായി വിജയനെ പോലെയുള്ള ഒരു നേതാവിനോട് ഒരിക്കലും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിക്കാൻ ഇവന്മാരാരും തയ്യാറാകില്ല. ഒരു വിവാദമുണ്ടാക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം മാധ്യമ പ്രവർത്തനം. അത് സുധാകരൻ കൃത്യമായി കൊടുത്തു. ഒരു തവണ കൂടി ഒരുപക്ഷെ ചോദിച്ചിരുന്നെങ്കിൽ അദ്ദേഹം കരണമടിച്ച് പൊട്ടിച്ചേനെ. ആ കണക്കിനാണ് സുധാകരൻ്റെ അപ്പോഴത്തെ ഒരു രോഷം. അതാരായാലും അത്തരത്തിൽ രോഷം കൊണ്ടുപോകും. റിപ്പോർട്ടർ ചാനലിൻ്റെ മാധ്യമപ്രവർത്തകനോടൊപ്പം യു പ്രതിഭയുടെ മുഖത്തേറ്റ അടികൂടിയാണ് സുധാകരൻ്റെ പ്രതികരണം. കാരണം ആ പേരുച്ചരിക്കാൻ പോലും തനിക്ക് താല്പര്യമില്ല, താൻ തൃണവൽക്കരിച്ചാണ് ഈ സ്ത്രീയെ കാണുന്നത് എന്ന് അദ്ദേഹം പറയാതെ പറയുകയായിരുന്നു എന്നുള്ളതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും സുധാകരൻ മാത്രമല്ല, ഇനിയുള്ള നേതാക്കളും ഇത്തരത്തിൽ പ്രതികരിക്കണം. വിവാദങ്ങൾ ഉണ്ടാക്കാനായി ഇത്തരത്തിൽ ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നവരെ നിലയ്ക്ക് നിർത്താൻ നമ്മുടെ നേതാക്കൾ തയ്യാറാകണം. അങ്ങനെ തയ്യാറായാൽ മാത്രമേ ഇത്തരക്കാരെ മൂക്കുകയറിട്ട് നിർത്താൻ കഴിയൂ.